അല്ല ഗൈസ്, ടപ്പേന്നൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ? ബാക്കി വരുന്ന ദോശ എടുത്ത് കളയരുത്, കിടുക്കാച്ചി ഒരു ഐറ്റം ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഒരു 2 സവോള എടുത്ത് കുനുകുന അരിയുക, ഒരു 2 പച്ചമുളക്, എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് കരിയാപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കുനുകുന അരിയുക. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ദോശ, കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിക്കോട്ടെ, ഒരു 2-3 മുട്ട എടുത്ത് പൊട്ടിച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കുക, ബീറ്റ് ചെയ്യുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, കടുവറ കടുവറ കടുവറ, കടുക് പൊട്ടി വരുമ്പോഴേക്ക് ഉള്ളി ഇടുക. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം, ഐ നോ. എന്നാലും ഞാനും കൂടെ ഒന്ന് പറഞ്ഞേക്കാം, അതല്ലേ അതിന്റെ ഒരു ഇത്. ഏതാ? അത് തന്നെ, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് മൂന്നും വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് മൂന്നും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിവിടെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഗ്രേവിയാണ്. ഇപ്പൊ ചിക്കൻ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇത് ചേർത്തത്. ഓപ്ഷണൽ ആണ്. ചിക്കൻ ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളി വഴണ്ട് വരുമ്പോഴേക്കും പൊടികളെല്ലാം ഇട്ട് ഉള്ളി വഴറ്റുമല്ലോ, അതിനുശേഷം ഒരു തക്കാളിക്കയും കൂടെ അരിഞ്ഞിട്ടിട്ട് ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ച് വഴറ്റി വേവിക്കുക, മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഈ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സോർട്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ദോശ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഗ്രേവി എല്ലാവിടവും പിടിക്കത്തക്കോണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ, കാര്യം ഫിനിഷായി. അപ്പോൾ ഇനി അധികം വരുന്ന ദോശയൊന്നും കളയരുത്. ഈവനിങ് സ്നാക്സ് ആയിട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കായിട്ട്, അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും നമുക്ക് അടുത്ത ദിവസത്തേന് രാവിലെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ദോശ, പുട്ട്, അതേപോലെ തന്നെ ഇഡ്ഡലി ഇതെല്ലാം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് നല്ല അഡാറ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.